ശ്രീ കൃഷ്ണേന്ദ്രൻ, ഒരുപാട് ഭക്തി ഗാനങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന പി ജയചന്ദ്രൻ്റെതായ ഒരു ഭക്തി ഗാനം, ഏറ്റവും അടുപ്പം തോന്നുന്നത്, ഇഷ്ടം തോന്നുന്നത് അത് ഏതാണ്? അല്ല, ജയേട്ടൻ എല്ലാ ഗാനമേളകളും തുടങ്ങിയിരുന്നത് ശ്രീ ശബരീശ എന്നുള്ള പാട്ട് വെച്ചിട്ടാണ്. അതിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അദ്ദേഹം ഏത് സ്ഥലത്തും അത് ഇന്ന മതക്കാരുടെയാണെന്നുള്ളതൊന്നും നോട്ടമില്ല. പുള്ളി ഏത് സ്ഥലത്ത് പോയാലും ശ്രീ ശബരീശ വെച്ച് തുടങ്ങും എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ട് ജയേട്ടൻ്റെ ഗാനമേള കേൾക്കുമ്പോൾ ശ്രീ ശബരീശയാണ് ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത്, പാലക്കാട് ചിറ്റൂർ വെച്ചിട്ട്, തത്തമംഗലം എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട്. അപ്പോൾ ജയേട്ടൻ്റെ ഭക്തിഗാനങ്ങളെല്ലാം ഇതിപ്പോൾ മണ്ഡലമാസ പുലരികൾ, അങ്ങനെ ഏതാണെങ്കിലും ശിവാജി ഗണേശന് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്താണ് പുഷ്പാഞ്ജലി എന്നുള്ള ആ ഭക്തിഗാനത്തിൻ്റെ ആ ഒരു ആൽബം അദ്ദേഹം വിളിച്ച് ജയേട്ടനോടായാലും നെയ്യാറ്റിൻകര വാഴും കണ്ണാന്നൊക്കെയുള്ള പാട്ടിനെ പറ്റിയൊക്കെ എപ്പോഴും സംസാരിക്കാറുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ജയേട്ടൻ്റെ ഭക്തിഗാനങ്ങൾ പാടുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ്, ജയേട്ടൻ്റെ ഒരു ഫീലുണ്ടല്ലോ, അത് നമുക്കിപ്പോൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം കൊടുക്കുന്ന ചില പ്രത്യേക നുണുക്ക് സാധനങ്ങളുണ്ട്, അത് ഒരു ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, അത് അദ്ദേഹത്തിന് വരുന്നതാണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം ഒരു ചെറിയൊരു സാധനം, ആ ചെറിയ സാധനം മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് അത് മനസ്സിലാവും. അതിലാണ് ജയചന്ദ്രൻ്റെ സിഗ്നേച്ചർ കിടക്കുന്നത്. ജയേട്ടൻ്റെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഏത് പാട്ടുകളാണ് ഭക്തിഗാനം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ പാട്ടും പറയാൻ പറ്റുള്ളൂ. അതും അദ്ദേഹം കേശവ നമ്പൂരി ആയിട്ട് അവർ തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. കെ കേശവ നമ്പൂതിരി മ്യൂസിക് ചെയ്തിട്ടുള്ള പലതും, പിന്നെ ജയ വിജയന്മാർ ചെയ്തതായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭക്തിഗാനങ്ങളെ പറ്റിയിട്ട് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ സംസാരിക്കേണ്ടി വരും.